മുൻ മന്ത്രി ബാലഗോപാലിന് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തിയ 4 പോലീസുകാർക്കെതിരായിട്ട് നടപടി വരുന്നു. കൊല്ലം ജില്ലയിലാണ് ഈ സംഭവം. 4 പോലീസുകാരെ, ഒരു ഗ്രേഡ് SI നജീമും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിൻ, CPO ചിന്തു ശിവേഷ് എന്നീ 4 പേർക്കെതിരായിട്ടാണ് നടപടി. ഇവരെ 56 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ, ആ വീഡിയോയ്ക്കകത്ത് ഇവർ 4 പേരും സംസാരിക്കുന്നുണ്ട്. ബാലഗോപാലിനെ വിശ്വസിക്കാം എന്ന 56 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആണ്. പക്ഷേ പോലീസുകാരുടെ ജോലിയല്ല അവരവിടെ ചെയ്യുന്നത്. അവിടെ രാഷ്ട്രീയക്കാരെ ജയിപ്പിച്ചു വിടുന്ന ജോലിയാണ് ഈ 4 പോലീസുകാരും ചെയ്തത്. ഗ്രേഡ് SI ഉൾപ്പെടെയുള്ളവർക്കെതിരായിട്ട് ഒരു റിപ്പോർട്ട് ഇപ്പം വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് DGPയുടെ മേശപ്പുറത്ത് എത്തിക്കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇടതുപക്ഷ ചായ്വുള്ള പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസർ അസോസിയേഷനും ആ പാർട്ടിയുടെ അംഗങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും പോലീസുകാർ രാഷ്ട്രീയ പ്രവർത്തനമല്ല, നമ്മൾ അതിനു വേണ്ടിയിട്ടല്ല അവരെ പോലീസ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഭരണഘടന അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും ഭരണഘടന അനുസരിച്ചും അതുപോലെ തന്നെ ക്രിമിനൽ നിയമ നടപടികളനുസരിച്ചും കാര്യങ്ങൾ നീക്കാനാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. അവർ ലോക്കൽ പോലീസിൽ പോയിരിക്കുന്നു. അതിന് തന്നെയാണ് നീതി നടപ്പാക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ ചേർന്ന് അവരെ ജയിപ്പിക്കാനുള്ള പ്രവർത്തികൾക്കൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഈ പോലീസ് ഓഫീസേഴ്സും പോലീസ് അസോസിയേഷനും പിരിച്ചുവിടണമെന്ന് ഞാൻ വളരെ നാളുകളായിട്ട് പറയുന്നുണ്ട്. ഈ ഗവൺമെൻറ്റെങ്കിലും അത് ചെയ്യണം എന്നാണ്. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും അവരെ പോലീസ് ജോലിയല്ല ചെയ്യുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും അധികാരത്തിൽ കയറ്റാൻ വേണ്ടി അവർ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ചിട്ട് അവർ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ടി വരും. കാരണം രാഷ്ട്രീയ ചായവും അതനുസരിച്ച് പ്രവർത്തിക്കാനൊന്നും പോലീസിന് ശമ്പളം കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടല്ല, പൊതുജനങ്ങളുടെ ഗ്രീവൻസസ് തീർക്കാനും അവർക്കെതിരായിട്ട് ഉള്ള അക്രമം ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് കേസെടുക്കാനും പ്രോസിക്യൂഷൻ നടത്താനും ഒക്കെയാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സ്റ്റേഷനിലും അത് റിസർവ് ക്യാമ്പുകളൊക്കെ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അത് മറന്നിട്ട് വെറും രാഷ്ട്രീയക്കാരുടെ ചിന്ത മാത്രം തലയിൽ കത്തി നിൽക്കുന്ന അവർ സർക്കാർ ശമ്പളവും പോലീസ് ശമ്പളവും വാങ്ങിച്ചിട്ട് ആ രാഷ്ട്രീയക്കാരെ ജയിപ്പിക്കുന്നതിന് വേണ്ടി വീഡിയോയും അവരുടെ പിന്നാലെ നടക്കുന്ന കാഴ്ച കേരളത്തിൽ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ തീർച്ചയായിട്ടും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അവർ ഫുൾ ടൈം രാഷ്ട്രീയ പാർട്ടിയിലോട്ട് പോട്ടെ. അവർക്കതല്ലേ താല്പര്യം. പൊതുജനങ്ങളുടെ കാര്യമല്ലല്ലോ അവർ ശ്രദ്ധിക്കുന്നത്. പൊതുജനങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുത്ത് PSC റിക്രൂട്ട്മെൻറ്റ് നടത്തി ട്രെയിനിങ്ങും കൊടുത്ത് അവരെ ഓരോ സ്ഥലത്തും പോസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഈ രാഷ്ട്രീയക്കാരുടെ പിണിയാളുകളായിട്ട് ഇവർ സഞ്ചരിക്കുന്നതും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും പക്ഷാപാതപരമായി പ്രവർത്തിക്കാൻ ഉള്ള മനസ്സ് അവർക്ക് വന്നു കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരെ ഒരിക്കലും സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. അടിയന്തരമായിട്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടി വേണം. 4 പേർക്കെതിരായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. DGPക്ക് മുന്നിൽ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞു. ബാലഗോപാലിനെ അറിവോടെയാണ് വീഡിയോ ചിത്രീകരണം 4 പോലീസ് നടത്തിയതെന്നും ആ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം അന്ന് അവിടെ മന്ത്രിയാണ്, അദ്ദേഹം അത് വിലക്കണമായിരുന്നു. തനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോലീസ് അസോസിയേഷൻ ഒരംഗങ്ങൾക്കും അവകാശമില്ല, അവരെ ദുരുപയോഗം ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് മന്ത്രി ആയിട്ടിരിക്കുന്ന ആൾ അധികാരം ദുർവിനിയോഗം ചെയ്തു എന്നുള്ള രീതിയിലൊരു കാര്യങ്ങൾ നീങ്ങും. പക്ഷേ ആ റിപ്പോർട്ടിനകത്ത് ഈ 4 പോലീസുകാരും ബാലഗോപാലിന് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ ഒരു 56 സെക്കൻഡിൻ്റെ വീഡിയോ ആണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് സഹിതം DGPയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു.